السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഇപ്പോൾ പഠിച്ചു വരുന്നത് ഇസ്തിസ്നയെക്കുറിച്ചാണ്. ഇസ്തിസ്ന, അതിൽ മുസ്തസ്നയുണ്ട്, മുസ്തസ്ന മിൻഹു ഉണ്ട്. അതൊക്കെ എന്താണെന്ന് പഠിച്ചു. ഇസ്തിസ്ന പല രൂപത്തിലുണ്ടാവാറുണ്ട്. ഇസ്തിസ്ന ബി ഇല്ല ഉണ്ടാകും. ഇസ്തിസ്ന ബി ഇല്ല എങ്ങനെയാണെന്ന് പഠിച്ചു. മുസ്തസ്ന ബി ഇല്ലയുടെ ഹുക്മ് പഠിച്ചു. അതിൻ്റെ ഇറാബ് എങ്ങനെയാണ് വരേണ്ടത് എന്ന് പഠിച്ചു. അതൊക്കെ നാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇല്ലയെ പോലെ തന്നെ മറ്റു ചില കലിമത്തുകൾ കൊണ്ട് ഇസ്തിസ്ന ചെയ്യപ്പെടുന്ന ഭാഗങ്ങളുണ്ട്. മുസ്തസ്ന ബി ഗൈരിൻ വസിവ എന്നതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അൽ മുസ്തസ്ന ബി ഗൈരിൻ വസിവ, ഗൈർ അതുപോലെ സിവ എന്നിവകൾ കൊണ്ട് ഇസ്തിസ്ന ചെയ്യപ്പെടുന്നത് ആണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഗൈർ അതുപോലെ സിവ എന്നീ രണ്ട് ഇസ്മുകൾ കൊണ്ട് ഇസ്തിസ്ന ചെയ്യപ്പെടുന്ന മുസ്തസ്നയുടെ ഹുക്മ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഗൈർ അതുപോലെ സിവ എന്നിവകൾ കൊണ്ട് ഇസ്തിസ്ന ചെയ്യപ്പെടുന്ന മുസ്തസ്ന, ആ മുസ്തസ്നക്ക് എപ്പോഴും ഒരേ ഇറാബ് തന്നെയായിരിക്കും ഉണ്ടാകുക. അതായത് ജറായിരിക്കും. ഗൈർ കൊണ്ടും സിവ കൊണ്ടും ഇസ്തിസ്ന ചെയ്യപ്പെടുന്ന മുസ്തസ്നയുടെ ഇറാബ് ജറായിരിക്കും. അത് മുദാഫ് ഇലൈഹി ആയിട്ടാണ് കണക്കാക്കപ്പെടുക. അപ്പോൾ എപ്പോഴും ജറായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇത്തഖദത്തിൽ മസാബിഹു ഗൈറ വാഹിദിൻ. ഇത്തഖദത്തിൽ മസാബിഹു ഗൈറ വാഹിദിൻ. ഇവിടെ മസാബിഹ് എന്നുള്ളതാണ് മുസ്തസ്ന മിൻഹു, വാഹിദാണ് മുസ്തസ്ന. മുസ്തസ്ന ബി ഇല്ലയുടെ ഹുക്കുമുകളെല്ലാം നാം പഠിച്ചിരുന്നു. ഇവിടെ മുസ്തസ്ന ബി ഗൈറാണ്. ഗൈർ കൊണ്ട് മുസ്തസ്ന ചെയ്യപ്പെട്ടതാണ് വാഹിദ് എന്നുള്ളത്. അതിൻ്റെ ഹുക്കുമ് അത് ഇളാഫത്ത് എന്നുള്ള നിലക്ക് അതിന് ജറായിരിക്കും എപ്പോഴും ഉണ്ടാകുക. വാഹിദിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ഗൈർ എന്നതിന് എങ്ങനെയാണ് ഇറാബ് ലഭിക്കുക എന്നുള്ളതാണ്. ഗൈർ അതുപോലെ സിവ, ഗൈർ കൊണ്ടും സിവ കൊണ്ടും ഇസ്തിസ്ന ചെയ്യപ്പെടുന്ന മുസ്തസ്നക്ക് എപ്പോഴും ഇളാഫത്ത് കൊണ്ട് ജറായിരിക്കും ലഭിക്കുക. ഗൈർ അതുപോലെ സിവ എന്നീ രണ്ട് ഇസ്മുകൾക്കുള്ള ഇറാബ് വരാറ് നാം ഇല്ല കൊണ്ട് ഇസ്തിസ്ന ചെയ്യപ്പെടുന്ന മുസ്തസ്നയുടെ ഹുക്മ് എന്തായിരുന്നു അത് തന്നെയായിരിക്കും ഗൈർ എന്നതിനും സിവ എന്നതിനും ഉണ്ടാകുക. അപ്പോൾ ഇവിടെ ഇത്തഖദത്തിൽ മസാബിഹു ഗൈറ വാഹിദിൻ എന്നുള്ളിടത്ത്, അതുപോലെ അടുത്ത ഉദാഹരണം സല്ലംതു അലൽ ഖാദിമീന ഗൈറ സഈദിൻ. ഇവിടെ ഖാദിമീന എന്നത് മുസ്തസ്ന മിൻഹു ആണ്, സഈദ് മുസ്തസ്നയാണ്. ആ സഈദിന് ഇളാഫത്ത് നൽകി ജറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഗൈറിനുള്ള ഇറാബ് നാം മുമ്പ് പറഞ്ഞ ഇല്ല കൊണ്ട് ഇസ്തിസ്ന ചെയ്യപ്പെടുന്ന മുസ്തസ്നയുടെ ഇറാബായിരിക്കും. അപ്പോൾ ഇവിടെ മുസ്തസ്ന മിൻഹു പറയപ്പെട്ട ഈ രണ്ട് ഉദാഹരണങ്ങളിലും മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ മസാബിഹാണ്, രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഖാദിമീന എന്നുള്ളതാണ് മുസ്തസ്ന മിൻഹു. എന്നതുപോലെ രണ്ടും മുസ്ബത്തായ കലാമാണ്. ഇത്തഖദത്ത്, സല്ലംതു, അവിടെ മാ സല്ലംതു എന്നോ മത്തഖദത്ത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇത് രണ്ടും മുസ്ബത്തുമാണ്. മുസ്തസ്ന മിൻഹു പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇല്ല വരികയാണെങ്കിൽ ഇവിടെ ശരിക്ക് മുസ്തസ്നക്ക് വരേണ്ട ഹുക്മ് എപ്പോഴും നസ്ബായിട്ടാണ് എന്ന് പഠിച്ചിരുന്നു, മൻസൂബായിട്ടാണ് വരിക. അപ്പോൾ അതേ ഹുക്മ് തന്നെയായിരിക്കും ഇവിടെ ഗൈർ എന്നതിന് വരിക. അപ്പോൾ ഗൈറ എന്നതിന് നസ്ബാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തോടത്തും, അതുപോലെ രണ്ടാമത്തെ ഉദാഹരണത്തിലും ഗൈറ സഈദിൻ, അതുപോലെ ഗൈറ വാഹിദിൻ. ഓക്കെ.
ഇനി അടുത്ത ഉദാഹരണങ്ങൾ നോക്കാം. മാ ആദൽ മരീദു ആയിദുൻ ഗൈറ തബീബി. രോഗിയെ സന്ദർശിച്ചിട്ടില്ല, ഒരു സന്ദർശകനും സന്ദർശിച്ചിട്ടില്ല, ഗൈറ തബീബി ഡോക്ടർ അല്ലാതെ. ഇവിടെ മുസ്തസ്ന തൊബീബ് എന്നുള്ളതാണ്. അപ്പോൾ ആ മുസ്തസ്നക്ക് ഗൈറ കൊണ്ട് മുസ്തസ്ന ചെയ്യപ്പെടുന്ന മുസ്തസ്നക്ക് ഇദാഫത്ത് എന്നുള്ള അയാൾക്ക് ജറാണ് ലഭിക്കുക. മുദാഫ് ഇലൈഹി എന്നുള്ള അയാൾക്ക് ജറ് കൊടുത്തു അത്വബീബി എന്നതുപോലെ. ഗൈറ എന്നതിന് നാം പറഞ്ഞിരുന്നു മുസ്തസ്ന ബി ഇല്ലയുടെ ഹുക്മാണ് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. മുസ്തസ്ന ബി ഇല്ല ഇവിടെ ഇപ്പോൾ മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടുണ്ട്. ആയിദ് എന്നുള്ളതാണ് മുസ്തസ്ന മിൻഹു. അതുപോലെ ഈ ജുംല മുസ്ബത്തല്ല മൗഫിയാണ്. അങ്ങനെ വരികയാണെങ്കിൽ മുസ്തസ്ന ബി ഇല്ലയുടെ ഹുക്ം നാം പറഞ്ഞിരുന്നു. അവിടെ ഒന്നുകിൽ നസ്ബ് കൊടുക്കാം, അല്ലെങ്കിൽ മുസ്തസ്ന മിൻഹുവിന് എന്ത് ഏറാബാണോ അത് തന്നെ കൊടുക്കാം. അപ്പോൾ ആ ഹുക്മായിരിക്കും ഗൈറിന് ഇവിടെ വരിക. അപ്പോൾ ഗൈറ ത്വബീബി നസ്ബും കൊടുക്കാം, അല്ലെങ്കിൽ ഔ ഗൈറു ത്വബീബി. കാരണം മാഅദൽ മരീദ ആയിദുൻ മുസ്തസ്ന മിൻഹുവിന് നസ്ബാണ് കൊടുത്തിട്ടുള്ളത്, റഫ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേ ഏറാബ് ഗൈറിനും വരും. ഓക്കെ, അടുത്ത ഉദാഹരണം ഇതുപോലെ തന്നെയാണ്. മാ ഖബ്ബൽതു യദ അഹദിൻ ഗൈറ വാലിദി. ഞാൻ ഒരാളുടെയും കൈ ചുംബിച്ചിട്ടില്ല, ഗൈറ വാലിദി എൻ്റെ പിതാവിൻ്റേതല്ലാതെ. അപ്പോൾ ഇവിടെ മുസ്തസ്നൻ്റെ ഹുക്മ് നാം പറഞ്ഞു ഇളാഫത്ത് നൽകി ജറ് കൊടുത്തു, വാലിദി വാലിദി. അതുപോലെ മുസ്തസ്ന എന്നതിൻ്റെ ഹുക്മ് നാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഇളാഫത്ത് നൽകി ജറ് കൊടുത്തു. ഇനി ഗൈറിൻ്റെ ഹുക്മ് മുസ്തസ്ന ബില്ലയുടെ ഹുക്മാണ്. ഇവിടെ കലാമ് മൻഫിയാണ്, മാ ഖബ്ബൽതു എന്നാണ് പറഞ്ഞത്. എന്നതുപോലെ മുസ്തസ്ന മിൻഹു അഹദ് എന്ന മുസ്തസ്ന മിൻഹുവും പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ രണ്ട് ഹുക്മ പറയാൻ പറ്റും. ഒന്ന് നസ്ബ് കൊടുത്തിട്ട് ഗൈറ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മുസ്തസ്ന മിൻഹു ആയ അഹദിൻ എന്നതിൻ്റെ ഇറാബാണ് കൊടുക്കുക. അപ്പം അഹദിൻ എന്നുള്ളിടത്ത് ജറാണ്, ആ ജറ് കൊടുത്തു ഗൈരി വാലിദി. ഓക്കെ, ഇനി ലാ യനാലുൽ മജ്ദ ഗൈറുൽ ആമിലീന. ലാ യനാലുൽ മജ്ദ ഗൈറുൽ ആമിലീന. ജോലി ചെയ്യുന്നവർ മാത്രമേ ഉന്നതി നേടുകയുള്ളൂ. ഇവിടെ മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ മുസ്തസ്നക്ക് എന്തായാലും നാം പറഞ്ഞതുപോലെ ഇളാഫത്ത് നൽകി ജറാണ് കൊടുക്കുക. ആമിലീൻ എന്നുള്ളത് ജംഅ മുദക്കർ സാലിമായതുകൊണ്ട് അതിന് ജറ് ലഭിക്കൽ യാവ് കൊണ്ടാണ്, അൽ ആമിലീൻ എന്ന് പറഞ്ഞു. ഇനി ഗൈറ എന്നതിൻ്റെ ഹുക്മ് മുസ്തസ്ന ബി ഇല്ലയുടെ ഹുക്മായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മുസ്തസ്ന മിൻഹു പറയപ്പെടാത്തത് കൊണ്ട് ഇവിടെ നേരെ ഇല്ലാത്തതുപോലെ മുസ്തസ്നക്ക് എന്ത് ഹുക്മാണ് വരുന്നത് അതായിരിക്കും. അപ്പോൾ ഇവിടെ ഗൈറു എന്നുള്ളത് ഇവിടെ ഫായിലായിട്ടാണ് വരിക. അപ്പോൾ അതിന് എന്ത് കൊടുത്തു? ഗൈറു എന്നതിന് റഫ് കൊടുത്തു. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കൂ. ലം യഫ്തരിസ് അദ്ദിബു ഗൈറ ഷാത്തിൻ. ഇവിടെയും അതുപോലെ തന്നെ മുസ്തസ്നയായ ഷാത്തിന് ഇളാഫത്ത് നൽകി ജറ് കൊടുത്തു. അതുപോലെ ഗൈറിന് മുസ്തസ്ന ബി ഇല്ലയുടെ ഹുക്മാണ് വേണ്ടത്. ഇവിടെ മുസ്തസ്ന മിൻഹു പറയപ്പെടാത്തത് കൊണ്ട് നേരെ ഇത് മഫ്ഊലിൻ്റെ സ്ഥാനത്താണ് വരിക. ലം യഫ്തരിസ് അദ്ദിബ് ഫായില് മഫ്ഊലിൻ്റെ സ്ഥാനത്താണ് വരിക. അപ്പോൾ ഗൈറ എന്ന് പറഞ്ഞു നസ്ബ് കൊടുത്തു. ഓക്കെ, ഇതാണ് ഗൈറിൻ്റെയും സിവയുടെയും ഹുക്മ്. ഇനി ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലൊക്കെ ഗൈറിൻ്റെ സ്ഥാനത്ത് സിവ വെച്ച് കൊടുത്താൽ മതി. ഇത്തഖദത്തിൽ മസാബിഹു സിവാ വാഹിദിൻ സല്ലംതു അലൽ ഖാദിമീന സിവാ സഈദിൻ മാഅദൽ മരീദു ആയിദുൻ സിവ ത്വബീബി ഔ സിവ ത്വബീബി. ഇവിടെ സിവ എന്ന് പറയുമ്പോൾ അത് മഖ്സൂറാണ്. സിവ എന്നുള്ളത് മഖ്സൂറായ ഇസ്മാണ്. മഖ്സൂർ എന്ന് പറഞ്ഞാൽ അറിയല്ലോ, അവസാനം അലിഫ് വരുന്ന ഇസ്മിനാണ്
മഖ്സൂർ എന്ന് പറയാം. അപ്പോൾ സിവ നല്ല മഖ്സൂറാണ്, പക്ഷെ അത് എപ്പോഴും നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ സിവ 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 എന്ന് തന്നെ കേൾക്കുകയുള്ളൂ. പക്ഷേ അവിടെ ഏറാബ് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തോടത്ത് ഇത്തഖദത്തിൽ മസാബിഹു സിവ വാഹിദിൻ എന്നുള്ളിടത്ത് ശരിക്കും അവിടെ നസ്ബ് തന്നെ വേണ്ടത്. അപ്പോൾ മൻസൂബുൻ ബി ഫതഹത്തിൻ മുഖദ്ദറത്തിൻ അലൽ അലിഫി എന്നതുപോലെ ആ മാഅദൽ മരീദു ആയിദുൻ ഗൈറ തബീബി എന്നുള്ളിടത്ത് അവിടെ സിവ കൊടുക്കണമെങ്കിൽ മാഅദൽ മരീദു ആയിദുൻ സിവ തബീബി അവിടെ നസ്ബാണ്. അപ്പോൾ മൻസൂബും ബി ഫതഹത്തിൻ മുഖദ്ദറത്തിൻ അലൽ അലിഫി അല്ലെങ്കിൽ ഗൈറ തബീബി അല്ലെങ്കിൽ ഗൈറു തബീബി എന്നും പറയാലോ. അതുപോലെ സിവ ത്വബീബി നസ്ബായിട്ട് മൻസൂബായിട്ടും പറയാം, ഔ സിവ ത്വബീബി മർഫൂആയിട്ടും പറയാം. അപ്പോൾ അവിടുത്തെ ഹുക്മ് മർഫൂഉൻ ബി ദമ്മത്തിൻ മുഖദ്ദറത്തിൻ അലൽ അലിഫി എന്നാകും. ഓക്കെ. എന്നതുപോലെ അവസാനത്തെ ഉദാഹരണത്തിൽ ലം യഫ്തരിസി ദിഅ്ബു ഗൈറ ഷാത്തിൻ അവിടെ സിവ കൊടുക്കണമെങ്കിലും സിവ ഷാത്തിൻ എന്നാണ് പറയുക. അപ്പോൾ അവിടെ സിവക്ക് മൻസൂബുൻ ബി ഫതഹത്തിൻ മുഖദ്ദറത്തിൻ എന്നാണ് വരിക. എന്നതുപോലെ മാ ഖബ്ബൽതു യദ അഹദിൻ ഗൈറ വാലിദി അല്ലെങ്കിൽ ഗൈരി വാലിദി രണ്ടും പറയാം. അവിടെ പറയുമ്പോൾ രണ്ടിടത്തും സിവ തന്നെ കേൾക്കുക. നേരെ മറിച്ച് അവിടെ ഒന്നുകിൽ മൻസൂബായിരിക്കും അല്ലെങ്കിൽ മജ്റൂറായിരിക്കും. അപ്പോൾ മജ്റൂറുൻ ബി കസ്റത്തിൻ മുഖദ്ദറത്തിൻ അലൽ അലിഫി എന്ന് പറയേണ്ടി വരും. കാരണം സിവ എന്നുള്ളത് മഖ്സൂറായ ഇസ്മായതുകൊണ്ട് കേൾക്കുമ്പോൾ എപ്പോഴും സിവ തന്നെ ആയിരിക്കും, പക്ഷേ ഇറാബിൽ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. ലാ തഅ്തമിദ് അലാ ഗൈരില്ല ഒരു ഉദാഹരണമാണ്. ലാ തഅ്തമിദ് അലാ ഗൈരില്ല ഇവിടെയും മുസ്തസ്ന മിൻഹു പറയപ്പെടാത്തത് കൊണ്ട് ഇവിടെ നേരെ അല എന്നതിൻ്റെ മജ്റൂറായിട്ടാണ് ഗൈർ വന്നത്. അപ്പോൾ ഗൈരില്ല മജ്റൂറായിട്ടാണ് വരിക. അവിടെ സിവ വെച്ച് കൊടുക്കണമെങ്കിലും മജ്റൂറായിട്ടാണ് വരിക. അതിൻ്റെ ഖായിദ നോക്കാം. യുസ്തസ്ന ബി ഗൈരിൻ വസിവ ഗൈർ കൊണ്ടും സിവ കൊണ്ടും ഇസ്തിസ്ന ചെയ്യപ്പെടും. ഫയുജറുൽ ഇസ്മുൽ ലദി ബഅദഹുമാ ആ സിവയുടെയും ഗൈറിൻ്റെയും ശേഷം വരുന്ന ഇസ്മു ജറ് ചെയ്യപ്പെടും. ബിൽ ഇദാഫത്തി ഇദാഫത്ത് കൊണ്ട് മുദാഫി ഇലൈഹി എന്നുള്ള നിലക്ക്. വയസ്ബുതു ലഹുമ ഇനി ഈ ഗൈറിനും സിവക്കും എന്താണ്? വയസ്ബുതു സ്ഥിരപ്പെടും ലഹുമ ആ ഗൈറിനും സിവക്കും മിൻ അൻവാഇൽ ഇറാബി ഇറാബിൻ്റെ നൗഉകളിൽ നിന്ന് സ്ഥിരപ്പെടും. എന്താണ് സ്ഥിരപ്പെടുക? മാ സബത ലിലിസ്മിൽ ലദി ബഅദ ഇല്ല ഇല്ലക്ക് ശേഷം വരുന്ന ഇസ്മിന് എന്താണോ ഇറാബ് വരിക ആ ഇറാബ് തന്നെയായിരിക്കും ഗൈറിനും സിവക്കും വരിക. ഓക്കെ. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് അൽ മുസ്തസ്ന ബി ഖല വ അദ വ ഹാശ. ഖല അദ ഹാശ. ഇപ്പോൾ ഗൈർ സിവ ഇല്ല മൂന്നെണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നെണ്ണം കൂടിയുണ്ട്, ഖലയും അദയും ഹാശയും. അപ്പോൾ ഇത് മറ്റൊരു രീതിയിലാണ്. ഖല കൊണ്ടും അതുപോലെ അദ കൊണ്ടും ഹാശ എന്നുള്ളത് കൊണ്ടും ഇസ്തിസ്ന ചെയ്യപ്പെടും. ഇവിടെ അതിന് ശേഷമുള്ള മുസ്തസ്നക്ക് ഇറാബ് ലഭിക്കൽ രണ്ട് തരത്തിൽ ഇറാബ് ലഭിക്കും. ഒന്ന്, എപ്പോഴും അതിൻ്റെ ശേഷമുള്ള മുസ്തസ്നക്ക് നസ്ബായിരിക്കും ലഭിക്കുക. ആ നസ്ബ് ലഭിക്കുമ്പോൾ ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ ഫിഇലായിട്ട് കണക്കാക്കണം. ഖല എന്നുള്ളതിനെയും അദ എന്നതിനെയും ഹാശ എന്നതിനെയും ഫേലായിട്ട് കണക്കാക്കിയിട്ട് അതിന് ശേഷമുള്ള ഇസ്മുകൾ അതായത് മുസ്തസ്നകൾക്കൊക്കെ നസ്ബായിരിക്കും ലഭിക്കുക. അതൊരു ഹുക്മ്. അല്ലെങ്കിൽ അതിന് ശേഷമുള്ള മുസ്തസ്നക്ക് ജറായിരിക്കും ലഭിക്കുക. അപ്പോൾ ഈ പറയപ്പെട്ട അദയും ഹാശയും ഖലയും ഹർഫ് ജറായി പരിഗണിക്കേണ്ടി വരും. ഓക്കെ. ഉദാഹരണം നോക്കൂ. ഖതഫ്തുൽ അസ്ഹാറ ഖലൽ വർദ ഞാൻ പൂക്കൾ പറിച്ചു പനിനീർ പൂവൊഴികെ. അവിടെ ഖല എന്നത് വന്നതുകൊണ്ട് അവിടെ ഇസ്തിസ്ന വർദ് എന്നത് ഇസ്തിസ്ന ചെയ്യപ്പെട്ടു. മുസ്തസ്ന മിൻഹു അസ്ഹാറാണ്. അപ്പോൾ ഈ വർദ് എന്നതിന് ഒന്നുകിൽ നസ്ബാണ് ലഭിക്കുക, അപ്പോൾ ഈ ഖല എന്നുള്ളത് ഫേലായിരിക്കും. അല്ലെങ്കിൽ ജറാണ് ലഭിക്കുക, അൽ വർദി എന്ന് പറയാം, അവിൽ വർദി. അപ്പോൾ ഈ ഖല എന്നുള്ളത് ഹർഫ് ജറായിരിക്കും. മറ്റൊരു ഉദാഹരണം നോക്കൂ.
ദഖൽതു ഗുറഫൽ ബൈത്തി ഖലാ ഗുർഫത്തൻ നൗമി. ഞാൻ വീട്ടിലെ എല്ലാ റൂമുക്കും കയറി, പക്ഷെ ഞാൻ ബെഡ്റൂമുക്ക് പോയില്ല. അപ്പോൾ ഇവിടെ ഖല എന്നുള്ളതിൻ്റെ ശേഷമുള്ള ഗുർഫത്ത് മുസ്തസ്ന, ആ മുസ്തസ്നയുടെ ഇറാബ് വരുന്നത് നസ്ബാണ്. അപ്പോൾ ഈ ഖല ഫെയിലായി പരിഗണിക്കും. അല്ലെങ്കിൽ ഗുർഫത്തിൻ നൗമി, ഖല എന്നുള്ളത് ഹർഫ് ജറായി പരിഗണിച്ചുകൊണ്ട് ഗുർഫത്തിൻ നൗമി എന്ന് പറയും. ഇവിടെയൊക്കെ മറ്റുള്ളത് വെച്ചു കൊടുക്കട്ടോ. ഖലയുടെ സ്ഥാനത്ത് അദ എന്ന് പറയാം, അല്ലെങ്കിൽ ഹാഷ എന്ന് പറയാം. ഖതഫ്തുൽ അസ്ഹാറ അദൽ വർദ എന്ന് പറയാം, അല്ലെങ്കിൽ അദൽ വർദി എന്ന് പറയാം. ഖതഫ്തുൽ അസ്ഹാറ ഹാഷൽ വർദ ഔ ഹാഷൽ വർദി, അവിടെയൊക്കെ ഈ ഖലയുടെ അതേപോലെ തന്നെ ആയിരിക്കും. മറ്റൊരു ഉദാഹരണം, സുർതു മസാജിദൽ മദീനത്തി, ഞാൻ പട്ടണത്തിൻ്റെ പള്ളികളിലെല്ലാം സന്ദർശിച്ചു. ഖല വാഹിദൻ, ഒന്നൊഴികെ. അപ്പോൾ ഇവിടെ ഖല എന്നുള്ളത് ഫെയിലായിട്ട്, അല്ലെങ്കിൽ അവിടെ അദാ വാഹിദൻ അല്ലെങ്കിൽ ഹാഷ വാഹിദൻ, അതൊക്കെ ഫെയിലായി പരിഗണിച്ചുകൊണ്ട് വാഹിദൻ നസ്ബായി പറഞ്ഞു. ഇനി അതിനൊക്കെ ഹർഫ് ജറായി പരിഗണിച്ചുകൊണ്ട് അദാ വാഹിദിൻ, ഖല വാഹിദിൻ, ഹാഷ വാഹിദിൻ എന്ന് പറയാം. ദബഹൽ ജസ്സാറുൽ ഗനമ ഖലാ ഷാത്തൻ, അവിടെ ഖല എന്നുള്ളത് ഫീലായി പരിഗണിച്ചുകൊണ്ട് മുസ്തസ്നക്ക് നസ്ബ് കൊടുത്തു. അതുപോലെ ഔ ഷാത്തിൻ, അല്ലെങ്കിൽ ഈ ഖല അദ ഹാഷ എന്നിവയെ ഹർഫ് ജറായി പരിഗണിച്ചുകൊണ്ട് ജറും കൊടുത്തു. ഇനി മറ്റൊരു ഭാഗം കൂടി മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഖലയുടെയും അദയുടെയും, ഹാഷദിയിൽ പരിഗണിക്കൂല, ഖലയുടെയും അദയുടെയും മുമ്പിൽ മാ കൊടുത്തിട്ട് ചിലപ്പം ഇസ്തിസ്ന വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും അതിന് ശേഷമുള്ളതിന് നസ്ബായിരിക്കും ലഭിക്കുക. ഉദാഹരണത്തിന് ഖതഫ്തുൽ അസ്ഹാറ മാ ഖലൽ വർദ, അപ്പോൾ ആ മുസ്തസ്നക്ക് എപ്പോഴും നസ്ബായിരിക്കും വരിക. അല്ലെങ്കിൽ ഖതഫ്തുൽ അസ്ഹാറ മാ അദൽ വർദ എന്ന് പറയും. ഇവിടെ ഹാഷയുടെ മുമ്പ് മാ വരില്ല. ഖതഫ്തുൽ അസ്ഹാറ മാ ഹാഷൽ വർദ എന്ന് പറയുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ഉദാഹരണം, ദഖൽതു ഗുറഫൽ ബൈത്തി മാ ഖലാ ഗുർഫത്തൻ നൗമി, മാ ചേർന്നു എന്നതുകൊണ്ട് അതിനുശേഷമുള്ള മുസ്തസ്നക്ക് എപ്പോഴും നസ്ബായിരിക്കും. ദഖൽതു ഗുറഫൽ ബൈത്തി മാ ഖലാ ഗുർഫത്തൻ നൗമി, ദഖൽതു ഗുറഫൽ ബൈത്തി മാ അദാ ഗുർഫത്തൻ നൗമി. സുർതു മസാജിദൽ മദീനത്തി മാ ഖലാ വാഹിദൻ, സുർതു മസാജിദൽ മദീനത്തി മാ അദാ വാഹിദൻ. ദബഹൽ ജസ്സാറുൽ ഗനമ മാ ഖലാ ഷാത്തൻ, ദഹബൽ ജസ്സാറുൽ ഗനമ മാ ഖല മാ അദാ ഷാത്തൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഞാൻ അതിൻ്റെ ഖായിദ നോക്കാം. യുസ്തസ്ന ബി ഖല വ അദ വ ഹാഷ, ഖല കൊണ്ടും അദ കൊണ്ടും ഹാഷ കൊണ്ടും ഇസ്തിസ്ന ചെയ്യപ്പെടും, മാറ്റി നിർത്തപ്പെടും. ഫയുൻസബുൽ ഇസ്മു ബഅദഹ, ഈ ഖലയുടെയും അദഹ എന്ന് പറഞ്ഞാൽ ഖല അദ ഹാഷ, ഖല അദ ഹാഷ എന്നിവകൾക്ക് ശേഷം വരുന്ന ഇസ്മ് നസ്ബ് ചെയ്യപ്പെടും. മഫ്ഊലൻ ബിഹി, അത് മഫ്ഊലൻ ബിഹി ആയി പരിഗണിച്ചുകൊണ്ട്. അലാ അന്നഹ അഫ്ആലുൻ, അതെങ്ങനെ അത് മഫ്ഊലുൻ ബിഹി ആവുക? അതിന് മുമ്പുള്ള അദയും ഖലയും ഹാഷയും ഫേലുകളായി പരിഗണിച്ചുകൊണ്ട്. അലാ അന്നഹ, ഇവകളൊക്കെ ആയതിൻ്റെ മേലിൽ എന്തായി? അഫ്ആലുൻ, അഫ്ആല് ആണ് എന്നതിൻ്റെ മേലിൽ. അദയും ഹാഷയും ഖലയും ഫിഅലുകളാണ് എന്നതിൻ്റെ പേരിൽ അതിനുശേഷമുള്ള മുസ്തസ്നകളൊക്കെ, അതിനുശേഷമുള്ള ഇസ്മുകളൊക്കെ മൻസൂബായിരിക്കും. അല്ലെങ്കിൽ ഔ യുജറു, അല്ലെങ്കിൽ ജറ് ചെയ്യപ്പെടും. ആ അതിന് ശേഷമുള്ള അദക്കും ഹാഷക്കും ഖലക്കും ശേഷമുള്ള ഇസ്മുകൾ ജറ് ചെയ്യപ്പെടും. അലാ അന്നഹ അഹ്റുഫു ജറിൻ, ഇവകളൊക്കെ ഹർഫ് ജറാണ് പരിഗണിച്ചുകൊണ്ട്. ഇനി ഫൈൻ സബഖത്ത് മാ, മാ എന്നത് മുൻകടന്നാൽ, ഖലക്ക് മുമ്പോ അല്ലെങ്കിൽ അദക്ക് മുമ്പോ മാ എന്നത് വന്നാൽ വജബൻ നസ്ബു, അതിന് ശേഷമുള്ള ഇസ്മിന് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. അവിടെ മറ്റൊരു ഇറാബും വരികയില്ല. ഓക്കെ, അപ്പോൾ മൊത്തം ഇസ്തിസ്നയുടെ ഭാഗം മൊത്തം പഠിച്ചു കഴിഞ്ഞു. ഇത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും എവിടെയും നിങ്ങളിത് മറക്കാൻ പാടില്ല. എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയ മുസ്തസ്ന ബി ഇല്ല, മുസ്തസ്ന ബി ഗൈരി വസിവ, മുസ്തസ്ന ബി അദാ വ ഹാഷ വ ഖല, ഇവകളൊക്കെ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.